ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാർ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് ഏതു വർഷം? 1498 മെയ് 20. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ: ഗോവ, ദാമൻ, ദിയു. പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാർ. കോട്ടപ്പുറം കോട്ട, സെന്റ് ആഞ്ചലോ കോട്ട എന്നിവ നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. കേരളത്തിൽ അച്ചടി യന്ത്രത്തിന്റെ പ്രചാരണത്തിനിടയാക്കിയത് പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം എന്ന കലാരൂപത്തിന്റെ വികാസനത്തിന് കാരണമായവർ പോർച്ചുഗീസുകാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ കുഞ്ഞാലി മരയ്ക്കാന്മാർ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ: കൊച്ചി, കൊല്ലം. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ വാൻ റീഡിനെ സഹായിച്ച മലയാളിയാണ് E.T. അച്യുതൻ വൈദ്യർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം: 1600. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കച്ചവടത്തിനായാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂററ്റ്, ഗുജറാത്ത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം: 1664. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ: പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ നടത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം: 1741. ഡച്ചുകാർക്ക് ഇന്ത്യയിൽ അടിത്തറ നഷ്ടമായ യുദ്ധം: 1741 കുളച്ചൽ യുദ്ധം. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ: കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ 1757 റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജ് ഉദ് ദൗലയെ തോൽപ്പിച്ചു. ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധം ബക്സാർ യുദ്ധം. റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജ് ഉദ് ദൗലയുടെ സൈന്യാധിപൻ മിർ ജാഫർ. ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം നാലാം മൈസൂർ യുദ്ധം. മൈസൂർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങൾ: മലബാർ, കൂർഗ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ക്രമത്തിൽ: പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലൗസി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങൾ: ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിരോധിച്ച നിയമം ദത്താവകാശ നിരോധന നിയമം. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ: സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ.